അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരായി ഇടതു സർക്കാർ മാറിയെന്നും ഈ അവസ്ഥ പരിതാപകരമെന്നും കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC നേതാവുമായ R ചന്ദ്രശേഖരനെയും മുൻ MD KA രതീഷിനെയും വിചാരണ ചെയ്യാൻ CBIക്ക് 3 തവണ അനുമതി നിഷേധിച്ചതിനെതിരായ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ പ്രതികരണം. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിൽ അന്തർധാര സജീവമോ എന്ന ചോദ്യമാണ് നാട്ടിലെങ്ങും ഉയരുന്നത്. ആരോപണവും പ്രത്യാരോപണവും സമരവും പ്രതിരോധവും കയ്യേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ഇവരെല്ലാം ഒന്നിക്കുമോ എന്നത് പൊതുജനത്തിന്റെ സംശയമാണ്. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ അഴിമതിയുണ്ടെന്നാണ് കേസ്. ഉയർന്ന നിലവാരമുള്ള തോട്ടണ്ടിക്ക് കരാർ ഉറപ്പിച്ച ശേഷം ഗുണനിലവാരമില്ലാത്തവ ഇറക്കുമതി ചെയ്തു. 1000 കോടിയുടെ അഴിമതി ആരോപണമാണ് അതിൽ ഉയർന്നത്. 15 ഇടപാടുകളിൽ 85 കോടിയുടെ ക്രമക്കേട് പ്രാഥമികമായി CBI സ്ഥിരീകരിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് 2016 CBI അന്വേഷണം തുടങ്ങിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC നേതാവുമായ R ചന്ദ്രശേഖരനെയും മുൻ MD KA രതീഷിനെയും വിചാരണ ചെയ്യാൻ CBIക്ക് 3 തവണയാണ് സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചത്. ആദ്യം 2020 ഒക്ടോബർ 15-നും രണ്ടാം തവണ ഇക്കൊല്ലം മാർച്ച് 21-നും ഒക്ടോബർ 28-നും അനുമതി നിഷേധമുണ്ടായി. 2006 മുതൽ 2011 വരെ CIT നേതാവായിരുന്ന E കാസിമായിരുന്നു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ. UDF സർക്കാർ വന്നപ്പോൾ R ചന്ദ്രശേഖരനായി ചെയർമാൻ. 2 ചെയർമാൻമാരുടെ കാലത്തും KE രതീഷായിരുന്നു MD. ഇതിൽ E കാസിം അന്തരിച്ചു. ഇതിൽ കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വ്യഗ്രത എന്ത് എന്ന സംശയമാണ് സമൂഹത്തിൽ. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ പ്രമാണം. ആശാസമരത്തോട് INTUC എടുത്ത നിലപാട് പ്രത്യുപകാരമായി കാണാവുന്നതാണ്. ഇതുകൊണ്ടാകാം CBI കണ്ടെത്തിയ കോൺഗ്രസുകാരന്റെ അഴിമതി യഥാർത്ഥ അഴിമതിയല്ല എന്ന് സർക്കാർ കോടതിയിൽ വാദിക്കുന്ന നിലയിലേക്ക് എത്തിച്ചതും. ജനം പക്ഷെ ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുമുണ്ട്. മിക്ക കേസുകളും ഇങ്ങനെ തന്നെ നടക്കുന്നത്. കാര്യം നമ്മളെ ആർട്ടിക്കിൾ 14-ന്റെ നഗ്നമായ ലംഘനങ്ങളാണ്. തുല്യനീതി തുല്യാവകാശമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഭരിക്കുന്നവർക്ക് എന്ത് വേണേലും കാണിക്കാം അവരുടെ ആൾക്കാർക്ക്. കോടതി സഹികെട്ട് പറയുന്നതാണ് ഇതൊക്കെ. ഈ അഴിമതി കേസെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അന്വേഷിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഭാഗം മാത്രം അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇറക്കിയത്, പോയത്, വന്നത്, പിന്നെ ഇതിൻ്റെ ക്വാളിറ്റികൾ, പിന്നെ ഇറക്കിയതിനകത്തുള്ള ഷിപ്പിംഗ് ചാർജുകൾ, ഈ സംവിധാനങ്ങളെല്ലാം മനസ്സിലായി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നിൽ കളിച്ചവർക്ക് ഒരു ചെറിയ ഒതുക്കം കിട്ടാനാണ് അവർ ഈ പാർട്ടികളെ വിചാരണ ചെയ്യാതെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇരിക്കുന്നതിനേക്കായി വലിയ അഴിമതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കശുവണ്ടി ജോലി ഇല്ലല്ലോ. ഈ ജോലി ഇല്ലാതെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ 2-3 ജോലി കൊടുക്കും ഒരു വോട്ട് കിട്ടാൻ വേണ്ടി. അതുള്ള ജോലി എന്ന് പറയുന്നത്. അഴിമതിക്കാരെ സംരക്ഷിക്കില്ല, ശക്തമായ നടപടിയെടുക്കും എന്ന് വിജിലൻസിന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ട് അധിക നാളായിട്ടില്ല. എന്നാൽ കാര്യത്തോടെടുക്കുമ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് പുറത്തുവരുന്നത്. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് സർക്കാർ കരുതേണ്ടത്. അല്ലാതെ അഴിമതിക്കാർക്ക് കുടപിടിക്കുകയല്ല വേണ്ടത്. പ്രതികൾ നിരപരാധികൾ എന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അവർ വിചാരണയിലൂടെ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ടാവട്ടെ. ഇല്ലെങ്കിൽ അഴിമതിരഹിത കേരളം വെറും വാചകമടി മാത്രമാകും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.